നിങ്ങളെ ഞാൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു. വലനബ്ലുവന്നകും, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വനബ്ലുവ അഖ്ബാറകും, നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ മനക്കരുത്ത് എങ്ങനെയുണ്ടെന്നറിയാനും, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി എത്രത്തോളം സമർപ്പിതരാണെന്നറിയാനും, നിങ്ങളുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനും ഞാൻ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ പരീക്ഷണങ്ങൾ ചിലപ്പോൾ മാനസികമാണ്, ചിലപ്പോൾ ശാരീരികമാണ്, ചിലപ്പോൾ ഭരണകേന്ദ്രത്തിൽ നിന്നാണ്, ചിലപ്പോ അന്തരീക്ഷത്തിലാണ്, ചിലപ്പോ മണ്ണിലാണ്, വെണ്ണിലാണ്. ഇത് ഈ ലോക സൃഷ്ടിപ്പിന്റെ അനിവാര്യതയാണ്. അതിലൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, കൂലിയുണ്ട്. അതുകൊണ്ട് അടിപതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും സ്രഷ്ടാവുമായ അല്ലാഹു, ആ റബ്ബുൽ ഇസ്സത്ത്, എന്റെ ആരാധ്യനായ ഒരേ ഒരുത്തൻ, അവന് വേണ്ടിയുള്ള ജീവിതമാണ് എന്റെ ജീവിതം. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു സത്യവിശ്വാസി, ഇത് ഉറപ്പിച്ചു പറയുന്ന ഒരു ഉമ്മ, ഒരു ഉപ്പ, അത് പറയുന്ന ഒരു പെങ്ങള്, ഒരു സഹോദരൻ, ഒരു മകൻ, ഒരു മകള്, നമ്മുടെ യുവാക്കള്, യുവതികള്, വിദ്യാർത്ഥിനികൾ, എന്റെ ജീവിതം ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അനക്കവും എന്റെ അടക്കവും എന്റെ ആരാധനയും എന്റെ സമർപ്പണവും എല്ലാം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. അത് ഓർമ്മിപ്പിക്കാനാണ് ജനിച്ച കുഞ്ഞിന്റെ വലതു ചെവിയിൽ അല്ലാഹു അക്ബറിന്റെ ശബ്ദം മുഴങ്ങിയത്. അത് ഓർമ്മിപ്പിക്കാനാണ് വലതു ചെവിയിൽ ഈ ദൗത്യം കഴിഞ്ഞ് ലോകത്തോട് വിട പറയുന്ന ഒരു യാത്ര. ആ യാത്രക്ക് മുന്നേ നിനക്ക് വേണ്ടി ഒരു ജനാസ നിസ്കാരമുണ്ട്. ആ ജനാസക്ക് ഇമാം ഒരിക്കലും ഇഖാമത്ത് വിളിക്കില്ല. ആ ഇഖാമത്ത് ഇപ്പോഴേ വിളിച്ചു വെക്കുന്നു, മോനെ, മോളെ, ഖദ് ഖാമത്തിസ് സ്വലാത്തു, ഖദ് ഖാമത്തിസ് സ്വലാഹ്. കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഈ ഓർമ്മപ്പെടുത്തലിനാണ് അല്ലാഹു ബശീറൻ വ നദീറാ, പ്രവാചകന്മാരെ നിങ്ങൾക്ക് ഉണർത്തൽ പറയാൻ, ഉണർത്തി നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. എന്തുകൊണ്ട്? ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവെന്ന് ഏഴാനാകാശങ്ങളുടെ അധിപനായ അല്ലാഹു, ആലമുൽ അർവാഹിൽ, നമ്മളൊക്കെ ആത്മാക്കളായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന ഒരു നേരത്ത്, ഖാല അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവെന്ന് അല്ലാഹു കോടിക്കണക്കിന് വരുന്ന മനുഷ്യരോട്, അവരുടെ ആത്മാവിനോട് സംസാരിച്ചപ്പോൾ ഖാലൂ ബലാ, നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതേ റബ്ബേ, നീ തന്നെയാണ് ഞങ്ങളുടെ യജമാനൻ. പക്ഷെ നമുക്കത് ഓർമ്മയില്ല. ഒരു വയസ്സുള്ള സമയത്ത് നമ്മൾ തട്ടിപ്പൊട്ടിച്ചത് നമുക്ക് ഓർമ്മയില്ലല്ലോ. അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വയ്യല്ലോ, നമുക്ക് ഓർമ്മയില്ല. ആലമുൽ അർവാഹിൽ നടന്ന ആ സംഭാഷണം ഓർമ്മപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ടാണ് ഫദക്കിർ, അങ്ങ് ഓർമ്മപ്പെടുത്തുക നബിയെ. മുമ്പ് കേട്ടതല്ലേ ഓർമ്മപ്പെടുത്തുള്ളൂ, മുമ്പ് അറിഞ്ഞതല്ലേ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ ആദ്യം കേൾക്കലല്ലേ, പഠിപ്പിക്കാന്നല്ലേ പറയാ. പ്രവാചകന്മാർ ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് നമ്മൾ സമ്മതിച്ചു പറഞ്ഞു പോന്നത്, മറന്നു പോന്നതിനെ ഓർമ്മിപ്പിക്കാൻ. ആ ലോകമാണിത്. ഇവിടെ നമ്മൾ ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് അല്ലാഹുവിന് വേണ്ടി റബ്ബ് തആല പറയുന്ന പോലെ സജ്ജനങ്ങളായി ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഇത്രമേൽ സുഹൃതം കിട്ടുന്ന, പരലോകത്തിന് അത്രമേൽ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നവരാരുണ്ട്? അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. സഹോദരിമാരെ, നിങ്ങൾ വളരെ കൂടുതൽ ഗൗരവത്തോടെ ജീവിക്കേണ്ട കാലമാണത്. നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും അനുരാഗവും, ഒരുതരം സോഫ്റ്റ് കോർണർ, ഒരു തരത്തിലുള്ള സോഫ്റ്റ്നെസ് അല്ലാഹു നിങ്ങളുടെ സ്വഭാവങ്ങളിൽ, പ്രകൃതങ്ങളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രകൃതം ഒരുപക്ഷെ അല്ലാഹുവിനെ മാനിക്കാത്ത, അല്ലെങ്കിൽ പടച്ചതമ്പുരാനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരുത്തൻ നിങ്ങളുടെ അഭിമാനം പിച്ച് ചീന്താൻ വരികയാണെങ്കിൽ അതിന് നിങ്ങൾ വശം വരതരായി പോകരുത്. കാരണം നിങ്ങളുടെ
നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണമാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ലജ്ജയും നിങ്ങളുടെ ആത്മവിശുദ്ധിയും ചാരിത്രശുദ്ധി. അത് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ഒരു ഉമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ, ആ ഉമ്മയുടെ തർബിയത്ത് കിട്ടിയിട്ടാണ് മക്കൾ വളരുന്നതെങ്കിൽ ആ സമുദായം എത്ര നല്ല സമുദായമാണ്. നമ്മൾ അറിയണം, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആയിരക്കണക്കിന് മടങ്ങ് ഇരട്ടിയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി സഹിച്ചു പോന്നത്. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ, സഹോദരിമാരെ, സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം. ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീമുൽ ഖുറശിയ അൽ ആമിരിയ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ, ഗസിയ എന്നാണ് അവരുടെ പേര്. ഉമ്മു ശരീഖ് അവരുടെ കുഞ്ഞത്ത് നാമം. ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീമുൽ ഖുറശിയുൽ ആമിരിയ റളിയല്ലാഹു അൻഹ. തന്റെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച്, തന്റെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച് ആ ഭർത്താവ് മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ ഹിജ്റ പോയപ്പോ ഭർത്താവിന്റെ വീട്ടുകാരെ മഹദിയായ ഉമ്മു ശരീഖ് റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു വെക്കുകയാണ് ഉണ്ടായത് മക്കയിൽ. നീയും മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയിട്ടുണ്ടോ? അഭിമാനത്തോടുകൂടെ. സാധാരണ എന്തോ ഇല്ലല്ല, ഞാനില്ല. നീ ഒരു മുസ്ലിമാണോ എന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ ഈ വല്ലാഹി ഇന്നി ലഅലാ ദീനിഹി, അതെ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിന്റെ മതമേതോ, അതിലപ്പുറം എന്റെ റസൂൽ കൊണ്ടുവന്ന മതമേതോ, ആ മതത്തിലാണ് ഞാൻ എന്ന് ഒരായിരം ശക്തിയോടെ ദുർബലയായ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ മക്കക്കാരോട് വിളിച്ചു പറഞ്ഞപ്പോ ആ മഹദിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ സഹോദരിമാർ പുരുഷന്മാരെക്കാളും ദീനിന്റെ വിഷയത്തിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കുന്നവരാണ്. അവര് ശരീരം മറച്ച് അച്ചടക്കത്തോടെ ഹിജാബ് ധരിച്ച് നടക്കുമ്പോൾ ഒരു പെണ്ണ് അവൾ അറിയാതെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവളാണ്. ഒരു പെണ്ണിന്റെ ഹിജാബിന്റെ അർത്ഥം ഒരാണിന് ഏത് കോലവും കെട്ടാം. പ്രത്യേകിച്ച് എല്ലാവരുടെ കയ്യുമ്മലും ചരട ചെയിനുകളാണ്, സിൽവറിന്റെ ചെയിനുകൾ, കഴുത്തില് മാല. ഒന്നാന്തരം നമ്മുടെ ചെറുപ്പക്കാർ എന്നോടൊക്കെ ഒന്ന് സലാം പറയും, കെട്ടിപ്പിടിക്കലും സെൽഫി എടുക്കലൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോ കാണാൻ കഴുത്തിലൊക്കെ ഈ മാല, കയ്യുമ്മ ഒരു റിങ്. എന്തേന്നറിയോ? എങ്ങാനും പെട്ടുപോയ ജാതി തിരേണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത്ര നട്ടല്ലെങ്കിൽ ജീവിക്കണോ ഈ ലോകത്ത്? നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതിൽ എന്ത് കുഴപ്പം അവിടെ ഉള്ളത്? ഒരാൾ ഒരു വിശ്വാസിയായി ജീവിക്കുന്നതിൽ എന്ത് തെറ്റുണ്ട്? ഇത്രയും നല്ല യുക്തിഭദ്രമായ ഒരു മതം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അഭിമാനത്തോടെ മുസ്ലിം എന്ന് പറയാൻ എന്ത് നാണമാ ഒരു വിശ്വാസിക്ക് വേണ്ടത്? നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാർ അത് അവരറിയാതെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമത്താണ്. ഒരു ചെറുപ്പക്കാരൻ പേനുകുപ്പായിട്ട് ഇറങ്ങിപ്പോയാൽ അറിയില്ല, പേര് ചോദിക്കേണ്ടി വരും. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആണോ അല്ലേ. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു വേഷം ധരിക്കണം. നമ്മുടെ സഹോദരിമാർ അവരുടെ ഇസ്ലാമിക വേഷവിധാനം തന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ഒരു മുസ്ലിമത്താണ്. അതിന്റെയൊക്കെ കൂലി അവർക്ക് കിട്ടും. വലിയ പ്രതിഫലമാണത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. ഞാൻ ഒന്നുകൂടെ കഴിഞ്ഞ 2 ദിവസവും ഞാനത് സൂചിപ്പിച്ചു. മുസ്ലിമായി ജീവിക്കലാണ് ഇന്ന് പ്രയാസം. എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാതെ ജീവിക്കാനാ പ്രയാസം. കള്ളുകുടിയനാവാൻ ഒരു പണിയില്ല. മയക്കുമരുന്നടിക്കാതെ ജീവിക്കലാണ് ഇന്ന് പ്രയാസം. അതാണ് മുസ്ലിം. മയക്കുമരുന്നിന്റെ ഗ്യാങ്ങിൽപ്പെടാൻ ഒരു പണിയുമില്ല. ഒരു ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ഇല്ലാണ്ട് അള്ളാഹു പറഞ്ഞ പോലെ അച്ചടക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവനായി മാറാനാണ് പ്രയാസം. അവനാണ് മുസ്ലിം. അല്ലാത്തതിനൊന്നൊരു പണിയില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും കയറിയാലേ ഇഷ്ടം പോലെ പാർട്ട്നേഴ്സിനെ കിട്ടും, ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടും. പക്ഷേ എനിക്കത് വേണ്ട എന്ന് പറയുന്നവൻ അവനാണ് മുസ്ലിം. സെൻസസിലെ മുസ്ലിം അല്ല ഞാൻ പറയുന്നത്, കാനേശ്വമാരിയിലെ മുസ്ലിം അല്ല ഞാൻ പറയും. അള്ളാഹു പറഞ്ഞ മുസ്ലിം കള്ളു കുടിക്കാതെ ജീവിക്കണം. അവൻ വ്യഭിചരിക്കരുത്, അവൻ തോന്നിവാസത്തിന് പോകരുത്, അവൻ ആളുകളെ വഞ്ചിക്കരുത്, കളവ് പറയരുത്. അതൊക്കെയല്ലേ ഇന്ന് പ്രയാസം. അല്ലാത്തതിന് എന്ത് പ്രയാസമാണ്? ഈ പറഞ്ഞ പോലെ മുസ്ലിം ആവലാണ് ഇന്ന് ബുദ്ധിമുട്ട്. بدأ الإسلام غريبا وسيعود كما بدأ فطوبى للغرباء
ഇസ്ലാം തുടങ്ങുമ്പോൾ